ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, പൊന്നോണക്കാലത്തെ വരവേൽക്കുവാനുമായി കാത്തിരിക്കുന്ന എല്ലാവർക്കും പൊന്നോണം വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? അതിനു മുമ്പ് നമുക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ. അതിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ അത് പല അർത്ഥത്തിൽ പല സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗപ്രദമായ അർത്ഥപൂർണമായ കുറച്ച് സെൻറ്റൻസുകൾ. അത് നമുക്ക് ഒന്ന് നോക്കിയാലോ? ഓക്കെ, കമ്മ. അതെ, നമ്മളെല്ലാവരും വളരെ തിരക്കിലാണല്ലേ? അതാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നത്. ഇതാ ഇങ്ങോട്ട് നോക്കൂ. മേക്ക് എ ഡിസിഷൻ. ഇറ്റ്സ് മീൻസ് ഒരു തീരുമാനം എടുക്കുക. മേക്ക് എ ഡിസിഷൻ മീൻസ് ഒരു തീരുമാനം എടുക്കുക. അതെ, ലാഫ് അറ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ ഒരു വാക്കാണ്. ലാഫ് എന്ന് പറഞ്ഞ് ചിരിക്കുക. ലാഫ് അറ്റ് മീൻസ് കളിയാക്കുക. കളിയാക്കുക എന്ന് പറയുന്നതിനാണ് നമ്മൾ ലാഫ് അറ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണ്, ഒരാളോട് പറയുകയാണ്, ഹി ലാഫ്ഡ് അറ്റ് മീ. അവൻ എന്നെ കളിയാക്കി. ഹി ലാഫ്ഡ് അറ്റ് മീ. അതുപോലെ ഹി, ഇതിന്റെ ഏതാണ്ട് അതേ അർത്ഥം തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഈ വാക്കുകളല്ല നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും ഇതിന്റെ മീനിങ് പറയുമ്പോൾ ഏതാണ്ട് ഇത് സെയിം ആയിട്ട് വരുന്നു. കാരണം ഹി ലാഫ്ഡ് അറ്റ് മീ എന്ന് പറയുന്നതിന്റെ അതേ മീനിങ് വരും ഈ ഹി മേഡ് മീ ഫൂൾ എന്ന് പറഞ്ഞാല്. ഹി മേഡ് മീ ഫൂൾ എന്ന് പറഞ്ഞാല് അവൻ എന്നെ വിഡ്ഢിയാക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഏതാണ്ട് നമുക്ക് വിവരം പിടികിട്ടും അല്ലേ? അവൻ എന്നെ കളിയാക്കി എന്ന് പറയും, അവൻ എന്നെ വിഡ്ഢിയാക്കി എന്ന് പറയുന്നത് കേൾക്കുമ്പോഴും നമുക്ക് വിവരം എന്താണെന്ന് മനസ്സിലാകും. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് വാക്കുകള്. ഈ വാക്കുകൾക്ക് പരസ്പരം ബന്ധമില്ലാത്ത ഒത്തിരി അർത്ഥവ്യത്യാസമുള്ള വേർഡ്സ് ബൈ വേർഡ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ഒത്തിരി വ്യത്യാസമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും ഇവിടെ വരുമ്പോൾ അതിന്റെ മീനിങ് ഏതാണ്ട് ശരിയായി തന്നെ വരുന്നു. അന്നേരം ഇതിന് നമുക്ക് ഇത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ യു ആർ മിസ്റ്റേക്കൺ, താങ്കൾക്ക് തെറ്റുപറ്റി എന്ന ഈ വാക്ക് നമുക്ക് ഒത്തിരി ഇടത്ത് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. കാരണം ഇത് ചെയ്തയാൾക്കാരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാകുന്ന ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് യു ആർ മിസ്റ്റേക്കൺ. താങ്കൾക്ക് തെറ്റുപറ്റി. അതായത് ഒന്ന് നമ്മളെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഭാഗത്തല്ല തെറ്റ്, താങ്കളുടെ ഭാഗത്താണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആളുടെ ഭാഗത്ത് ആണ് ശരി, നിങ്ങളുടെ ഭാഗത്ത് അല്ല. നിങ്ങൾ പറയുന്ന ആ മറ്റേ ആളുടെ ആരെ കുറിച്ചാണോ വേറൊരാള് പറയുന്നത് ആ ആളുടെ ഭാഗത്താണ് ശരി, ഈ പറയുന്ന ആളുടെ ഭാഗത്തല്ല എന്ന് മൂന്നാമതൊരാൾ നമ്മള് അവരെ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാവുന്ന വാക്കാണ് യു ആർ മിസ്റ്റേക്കൺ. മറ്റൊരാളെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത്, ആ ആള് പറയുന്നതാണ് ശരി എന്ന് പറയുന്നതിന്, അല്ലെ ഞാൻ പറയുന്നതാണ് ശരി, നിങ്ങൾ പറയുന്നതല്ല ശരി എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് യു ആർ മിസ്റ്റേക്കൺ. താങ്കൾക്ക് തെറ്റുപറ്റി. അന്നേരം നമുക്ക് ഈ പറയുന്ന ആൾക്ക് മനസ്സിലാകുകയാണ് നമ്മുടെ ഭാഗത്താണ്, ആ പറയുന്ന ആളുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ എന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പറയാവുന്നതാണ് ഐ ആം സോറി, ഐ ആം മിസ്റ്റേക്കൺ. അയ്യോ ക്ഷമിക്കണം കേട്ടോ, എനിക്കാണ് തെറ്റുപറ്റിയത്, അയ്യോ എനിക്ക് തെറ്റുപറ്റിയതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണല്ലേ. ഈ വാക്ക് പഠിച്ചു വെച്ചാൽ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട ഒത്തിരി സ്ഥലങ്ങൾ വരും, ഒത്തിരി സാഹചര്യങ്ങൾ വരും. എന്ത്? ഐ ആം സോറി, ഐ ആം മിസ്റ്റേക്കൺ. അതുപോലെ യു ആർ മിസ്റ്റേക്കൺ, താങ്കൾക്കാണ് തെറ്റുപറ്റിയത് എന്ന് പറയുന്നതും ഐ ആം സോറി, ഐ ആം മിസ്റ്റേക്കൺ, നമ്മുടെ തെറ്റ് നമ്മൾ ഏറ്റു പറയുന്നതും ഇതെല്ലാം നമുക്ക് മിക്കവാറും ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. എന്നാൽ നമുക്ക് അപ്പോൾ ആ സമയത്ത് ഈ വാക്കുകൾക്ക് വേണ്ടി ഒരു പക്ഷേ നമ്മൾ പരതിയേക്കാം. ഈ വാക്കുകളിന്റെ പ്രോപ്പർ വേർഡ്സ് നമുക്ക് ഒരു പക്ഷേ കിട്ടാതെ വന്നേക്കാം. അതുകൊണ്ട് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് യു ആർ മിസ്റ്റേക്കൺ, താങ്കൾക്ക് തെറ്റുപറ്റി. അതുപോലെ ഐ ആം സോറി, ഐ ആം മിസ്റ്റേക്കൺ, ക്ഷമിക്കണം എനിക്കാണ് തെറ്റുപറ്റിയത് എന്ന് ഉള്ള ഇത് നോട്ട് ചെയ്യുക. അതുപോലെ താങ്ക്സ്, യു ഷോഡ് മീ ദ പ്രോപ്പർ വേ. താങ്ക്സ്, യു ഷോഡ് മീ ദ പ്രോപ്പർ വേ. നന്ദി, നിങ്ങൾ എനിക്ക് ശരിയായ വഴി കാട്ടിത്തന്നു. ഇതാണ് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഇത് പല സ്ഥലങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് നമ്മുടെ തെറ്റ്
വേറൊരാൾ നമുക്ക് കാട്ടി തന്നു കഴിയുമ്പോൾ നമുക്ക് പറയാം, നന്ദി, താങ്ക് യു, യു ഷോഡ് മീ ദ പ്രോപ്പർ വേ. നിങ്ങൾ എനിക്ക് ശരിയായ വഴി കാട്ടി തന്നു എന്ന് പറയുന്നതിലൂടെ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾ എനിക്ക് കാട്ടി തന്നു എന്ന് പറയുന്നതിന് നമുക്ക് ഈ സെന്റൻസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വഴി അറിയില്ലാതെ നമ്മളൊരു വഴിക്ക് പോവുകയാണെങ്കിലോ, വേറൊരാൾ നമുക്ക് ശരിയായ വഴി കാട്ടി തരികയാണെങ്കിലോ, അപ്പോഴും നമുക്ക് പറയാം, താങ്ക് യു, യു ഷോഡ് മീ ദ പ്രോപ്പർ വേ. നിങ്ങൾ എനിക്ക് ശരിയായ വഴി കാട്ടി തന്നു, എനിക്ക് വഴി അറിയില്ലായിരുന്നു, അപ്പോൾ നിങ്ങൾ എനിക്ക് വഴി കാട്ടി തന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണ് എന്ത്, നമുക്ക് തെറ്റുപറ്റിയ ഏതെങ്കിലും ഭാഗം വേറൊരാൾ നമ്മളെ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേ സെന്റൻസ് ഉപയോഗിക്കാം. ഈ സെന്റൻസ് ഉപയോഗിച്ച് നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. അത് സാരമില്ല, ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി, ഞാൻ എന്റെ കടമ പൂർത്തിയാക്കി, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു എന്ന് പറയുന്നത്. ഇത് നമുക്ക് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. നമ്മൾ എന്തെങ്കിലും ചെയ്തു, അവരത് നമ്മളെ അംഗീകരിക്കുന്നില്ല എങ്കിലും നമുക്ക് പറയാം, ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു, ഇനി അവരുടെ ഇഷ്ടം എന്നുള്ള രീതി പറയാം. അതുപോലെ നിങ്ങൾ പറയുന്ന രീതിയിൽ താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എന്റെ കടമ പൂർത്തിയാക്കിയെന്നേ ഉള്ളൂ എന്ന് പറയാം. അതുപോലെ ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി എന്ന വാക്ക്, ഞാൻ എന്റെ കടമ പൂർത്തിയാക്കി, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള വാക്കുകൾ ഇത് ഓർത്തു വെക്കുക. ഇത് നമുക്ക് പല സമയത്ത് പല സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ട വേറൊരു കാര്യമാണ് ഇതുപോലെയുള്ള വാക്കുകൾ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഈ പല അർത്ഥം പറയുന്നത് ആ കറക്റ്റ് വേർഡ് മീനിങ് ആയിരിക്കില്ല എങ്കിൽ പോലും, ഇതിപ്പം ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പല അവസരങ്ങളിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ലേ. അതുപോലെ വാക്കുകളുടെ അർത്ഥം നമ്മൾ കണ്ടുപിടിച്ച് ഏതാണ്ട് അവസരത്തിനൊത്ത് നമ്മൾ അത് മനസ്സിലാക്കുക എന്നുള്ളത് പോലെയുള്ള ഇതുപോലെയുള്ള രണ്ട് സെന്റൻസ് ഇങ്ങോട്ട് നോക്കിയേ. ഡെഡ്. ഡെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മരിച്ച അല്ലെങ്കിൽ ചത്ത, അങ്ങനെയുള്ളയൊക്കെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനൊക്കെ, ജീവനറ്റ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ. അങ്ങനെയാണ് ഡെഡ് ലീവ്സ് എന്ന് പറഞ്ഞാലോ, ഡെഡ് ലീവ്സ്, ചത്ത ഇലകൾ. അതെങ്ങനെയാ ഇലകൾ ചാകുന്നേ? ഡെഡ് ലീവ്സ്. ഈ ചത്ത ഇലകൾക്ക് നമ്മൾ വേറൊരു പേര് പറയും. എന്താണ്? കരിയില. കരിഞ്ഞ ഇല, അത് ചത്തുപോയി, അതിന്റെ യഥാർത്ഥത്തിലുള്ള ഇലയുടെ അവസ്ഥയിൽ നിന്നും അത് കരിഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മൾ അതിനെ കരിയില എന്ന് പറയും ഇല്ലേ, കരിയിലകള്. അന്നേരം നമ്മൾ ഇവിടെ പഠിച്ചായിരുന്നു സെപ് ദ യാർഡ്, മുറ്റം അടിച്ചു വാരി, സെപ് ദ റൂം, മുറി അടിച്ചു വാരി, ഇങ്ങനെല്ലാം പറഞ്ഞായിരുന്നു. എന്നാൽ ഇതേ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ പറയുകയാണ് ദ വിൻഡ് സ്വെപ്റ്റ് അവേ ഓൾ ദ ഡെഡ് ലീവ്സ് എന്ന് പറഞ്ഞാലോ. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. കാറ്റ് കരിയിലകളെല്ലാം തൂത്തു വാരിക്കൊണ്ട് പോയെന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മുറ്റം അടിച്ചു വരുന്ന പോലെ അല്ലെ മുറി അടിച്ചു വരുന്ന പോലെ ചൂലുമായിട്ട് എന്നാണോ ഈ കാറ്റ് എന്ന് ഈ കരിയിലകളെല്ലാം തൂത്തു വാരിക്കൊണ്ട് പോന്നേ? അന്നേരം നമ്മുടെ ഉള്ളിലൊരു മനസ്സിൽ അതിന്റെ ഐഡിയ കിട്ടും ഇല്ലേ, എന്താണ് കാറ്റ് കരിയിലകളെല്ലാം തൂത്തുവാരിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന്. ഈ ഡസ്പാനും ചൂലുമായിട്ടൊന്നും വന്നല്ല, നമ്മൾ ചെല്ലുന്നത് പോലെ ചെന്ന് തൂത്തുവാരിക്കൊണ്ട് പോരുന്ന പോലെ അല്ല. ഇത് പറയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കാറ്റ് വന്നതെന്നും കാറ്റ് വീശുമ്പോൾ ഈ കരികല്ലുകളെല്ലാം തൂത്തുവാരിക്കൊണ്ട് എങ്ങനെയാണ് കാറ്റ് പോകുന്നത് എന്നൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ കിട്ടും ഇല്ലേ. അതാണ് ഇത് ദ വിൻഡ് സ്വെപ്റ്റ് അവേ ഓൾ ദ ഡെഡ് ലീവ്സ് എന്ന്. അപ്പോൾ ഇതുപോലെ പറയുന്നത് ഈ സ്വെപ്റ്റ് ദ യാർഡും സ്വെപ്റ്റ് ദ റൂമും പോലെ തന്നെ ഇത് സ്വെപ്റ്റ് അവേ വിൻഡ് സ്വെപ്റ്റ് അവേ എന്ന് പറഞ്ഞാല് ഈ കാറ്റ് തൂത്തുവാരിക്കൊണ്ട് പോകുന്നത്. ഇവിടെ ഡെഡ് ലീവ്സിനെ തൂത്തുവാരിക്കൊണ്ട് പോയി, പക്ഷെ ഈ കാറ്റ് വന്ന് തൂത്തുവാരിക്കൊണ്ട് പോകുന്ന പല സാധനങ്ങളുണ്ട്. ഇപ്പം പല രീതിയിൽ കാറ്റ് നമുക്ക് വന്ന് നശിപ്പിച്ച് ഈ കൃഷിയിടങ്ങളിലെല്ലാം കാറ്റ് അമിതമായിട്ട് അടിച്ചു കഴിയുമ്പോൾ വരുന്ന തൂത്തുവാരിക്കൊണ്ട് പോകുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലേ. ഇതിപ്പോ ഈ വിൻഡ് ഡെഡ് ലീവ്സിനെ കുറിച്ച്, കരിഞ്ഞ ഇലകളെ കുറിച്ച്, കരിയിലകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കാറ്റ് കരിയിലകളെല്ലാം തൂത്തുവാരിക്കൊണ്ട് പോയി എന്നിവിടെ പറയുമ്പോൾ നമുക്ക് ഇന്നർ മീനിങ് നമുക്ക് അപ്പോൾ മനസ്സിലാവുന്നത് ആണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഈ വാക്കുകൾ കൊണ്ട് വാക്കുകളുടെ മീനിങ് നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ആ ഐഡിയ, ഈ വാക്കുകൾ കേട്ട് കഴിയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ആ ഐഡിയ വെച്ച് നമുക്ക് അർത്ഥം മനസ്സിലാവുന്നത്. അതാണ് ഇതുപോലെയുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം. അതുപോലെ
ഹി ഡ്രാങ്ക് മച്ച്. ഹി ഡ്രാങ്ക് മച്ച് എന്ന് പറഞ്ഞാൽ അയാൾ അമിതമായി കുടിച്ചു. അയാൾ അമിതമായിട്ട് കുടിച്ചു എന്ന് പറയുമ്പോഴേ നമുക്ക് അയാളുടെ അവസ്ഥ അപ്പോൾ തന്നെ ഏതാണ്ടൊന്ന് ഊഹിക്കാൻ പറ്റും ഇല്ലേ? അമിതമായി കുടിച്ച ഒരാളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. അതാണ് ഈ പറഞ്ഞ ഇതിലൂടെ അർത്ഥമാകുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏതാണ്ടൊരു ഐഡിയ കിട്ടിയോ? ഓക്കെ, വളരെയധികം തിരക്കേറിയ നിങ്ങളുടെ ഈ സമയം ഞാൻ ഒത്തിരി ഞാൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും എന്നും പറയാറുള്ളത് പോലെ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക. ഈ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ട്, ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ.